ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രാവിലെകളെ പ്രൊഡക്റ്റീവ് ആക്കാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും അതുപോലെ പ്ലാന്റ് റീപോട്ടിങ്ങും ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓഫ് ഡേ ആയതുകൊണ്ട് ഇന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് എണീറ്റത്. രാവിലെ പ്രെയർ കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് വന്നു. കർട്ടൻസൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം പുറത്തേക്ക് നോക്കി നിന്നാൽ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ഫീലിംഗ് കിട്ടാറുണ്ട്. ഇക്ക രാവിലെ മോർണിംഗ് വാക്കിന് പോവാറുണ്ട്. കുട്ടികൾ ചെറുതായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. രാവിലെ കുട്ടികൾ ഉറങ്ങുന്ന ഈ സമയമാണ് ഞാൻ എനിക്കായി മാറ്റി വെക്കാറുള്ളത്. ആ സമയത്ത് ആദ്യം തന്നെ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് എടുത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടു ഡു ലിസ്റ്റ് നല്ലൊരു ഐഡിയയാണ്. ടു ഡു ലിസ്റ്റ് തലേന്ന് തന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മറന്നു പോകാതെ ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. രാവിലെ കുറച്ച് സമയം റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. ആ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ കുറച്ച് പേജൊന്ന് വായിക്കും. അതിനുശേഷം ബാക്കി നനയ്ക്കാനുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നനയ്ക്കും. ഇന്നിപ്പോൾ കുറച്ച് ചെടികളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് എന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മണ്ണിൻ്റെ നനവ് ചെക്ക് ചെയ്തിട്ടാണ് നനയ്ക്കാറുള്ളത്. ഇത്രയും ആയപ്പോഴേക്കും ഇക്ക തിരിച്ചു വന്നിരുന്നു. അപ്പോൾ ഇക്കാക്കൊരു ചായ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് കടന്നു. ഇന്നിപ്പോൾ നീർദോശ ഉണ്ടാക്കാനാണ് പ്ലാന്. അതിനുവേണ്ടി പച്ചരി രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ആ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട് മുഴുവനായിട്ടൊന്ന് ടൈഡപ്പ് ചെയ്ത് വെച്ചാൽ അത് കിച്ചണും മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിരുന്നാൽ തന്നെ രാവിലെ ഉണരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും. ഇന്നലെ രാത്രി ഡിന്നറിന് എടുത്തിരുന്ന കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നീർദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ.
അരിയും തേങ്ങയും മിക്സിയിൽ അരച്ചിട്ടാണ് ഞാനിവിടെ നീർദോശ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അരിയും തേങ്ങയൊക്കെ എടുത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നീർദോശൻ്റെ ബാറ്റർ റെഡിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ എണീറ്റ് വന്നിരുന്നു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവരെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സപ്പൊക്കെ ചെയ്തു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇവിടെ ചെറിയ മോന് 8 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം തീർത്താൽ അവൻ്റെ ബാത്തും ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വലിയ സമാധാനമാണ്. അങ്ങനെ ചെറിയ മോൻ്റെ രാവിലത്തെ നാപ്പ് ടൈമായി. മറ്റ് മക്കളൊക്കെ കളികളിലേക്കും തിരിഞ്ഞു. അപ്പോൾ ഞാനിന്നൊരു പ്ലാൻ റിപ്പോർട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വലിയ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ഉണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. ഇവിടെ നാട്ടിലെ പോലെ സോയിൽ കിട്ടില്ല, പകരം ചകിരിച്ചോറാണ് കിട്ടുക. അപ്പോൾ ചകിരിച്ചോറാണ് ഇവിടെ മെയിൻ സോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. %70 സ്പോട്ടിംഗ് സോയിലാണെങ്കിൽ അതിലേക്ക് 30% പെർലൈറ്റാണ് ഞാൻ ചേർക്കാറുള്ളത്. പിന്നെ കുറച്ച് കമ്പോസ്റ്റും ചേർത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. കമ്പോസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. വീട്ടിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ വേസ്റ്റ് യൂസ് ചെയ്തിട്ട് ആണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചട്ടികളുടെ അടിയിൽ ഹോൾസ് ഉണ്ടായിരിക്കണം. വെള്ളം ഒരിക്കലും മണ്ണിൽ നിൽക്കാൻ പാടില്ല. നനയ്ക്കുമ്പോൾ തന്നെ വെള്ളം അടിയിലൂടെ ഊർന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലാന്റ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരുമ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബേബി പ്ലാന്റ് ആണ് ഇത്. അതുപോലെ തന്നെ മണ്ണ് നന്നായി ഡ്രൈ ആയാൽ മാത്രം നനയ്ക്കുക. അങ്ങനെ പോട്ടി മിക്സൊക്കെ റെഡിയായി. ഇനി ഇത് പ്ലാന്റ് ഞാൻ പോട്ടിലേക്ക് മാറ്റി. പിന്നെ ഇടയ്ക്ക് ചെടികളുടെ ലീഫൊക്കെ ഒന്ന് നന്നായി വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് നന്നായി വളരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പുതിയ പോട്ടി മിക്സിലേക്ക് പ്ലാന്റ് മാറ്റി നന്നായി വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പ്ലാന്റ് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും പോട്ടിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.